അരുൺ, നമുക്കറിയാം മണിപ്പൂരിലും അതുപോലെ തന്നെ ഇംഫാലിലും സംഘർഷം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത് BJP സർക്കാരാണ്. അത്തരത്തിൽ BJP സർക്കാർ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇംഫാലിന്റെ നിയന്ത്രണം മെയ്തേ തീവ്രവാദ സംഘടനകൾ പിടിച്ചെടുക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അതിനെ എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തതിൽ 45 BJP MLA ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ഊന്നി പറയാൻ പറ്റുന്നത്. കാരണം ഈ 8 മാസത്തോളമായി ഈ ഒരു മണിപ്പൂരിൽ നമ്മൾ കാരണം ഈ കാര്യം ഏറ്റവും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. മണിപ്പൂരിൽ സ്ഥിരമായി ഇങ്ങനെ ഉണ്ടാകുന്ന വംശീയ ഹത്യ. എന്തുകൊണ്ട് ഇതിൽ BJPയും ഈ നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാനം ഭരിക്കുന്നത് BJPയാണ്. ഇരുവരും ചേർന്നുകൊണ്ട് കൃത്യമായ ഒരു നിലപാട് കൂടി ഈ ഒരു തീവ്ര നിലപാട് എടുക്കുന്ന തീവ്രവാദികളെ എന്തുകൊണ്ട് അടിച്ചമർത്താൻ BJP എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു BJP നിയന്ത്രണത്തിലുള്ള സർക്കാർ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രത്യേകത്തിലുള്ള ഒരു വീക്ഷണത്തിലുള്ള ചർച്ചകളെല്ലാം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ തന്നെ ഇതിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാതെ, ക്രമസമാധാന നില തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതെ അപ്പോഴെല്ലാം ഈ കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ 8 മാസത്തിലുള്ള കണ്ടത്. കാരണം 8 മാസത്തിനുള്ളിൽ 300 പേരായിട്ടുള്ള നിരപരാധികളും ഈ പറഞ്ഞ ഇവർ ഉയർത്തിവിടുന്ന ആശയങ്ങളിൽ മുന്നോട്ട് വരുന്ന തീവ്ര നിലപാടുകളിലോട്ട് ഈ നിലപാടുകളോട് ഒട്ടിച്ചേർന്ന് മുന്നോട്ട് വരുന്ന യുവതലമുറയിൽപ്പെട്ട 300ഓളം പേർക്കാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. എന്നിരുന്നാൽ പോലും ഇതിൽ എന്തുകൊണ്ട് ഒരു കൃത്യമായ ഒരു നിലപാട് ഇവർ സ്വീകരിക്കുന്നില്ല എന്നാണ്. കാരണം നമ്മൾ മണിപ്പൂരിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ വലിയൊരു അവരുടെ ശക്തികൾ പലപ്പോഴും നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. പക്ഷേ അപ്പോൾ പോലും സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത്. ഈ ആക്രമണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ 300 പേരിൽ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ മരണപ്പെട്ടതിൽ ഈ 300 പേരിൽ സ്ത്രീകൾ ഒരു ഭൂരിഭാഗവുമുണ്ട്. എപ്പോഴും നമ്മൾ മണിപ്പൂരിലെ സ്ത്രീ ശക്തിയെക്കുറിച്ച് ചർച്ചകൾക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം മണിപ്പൂരിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കായിരുന്നു അവരായിരുന്നു അവരുടെ അധികാരം കരുതുന്നത്. അവരുടെ മാർക്കറ്റിലായിരുന്നു, പൊതുസ്ഥലങ്ങളിലായിരുന്നാലും അവിടെ സ്ത്രീകളായിരുന്നു. പക്ഷേ ഇവരെല്ലാം പെട്ടെന്നായിരുന്നു ഈ ഒരു 8 മാസത്തിനുള്ളിലായിരുന്നു ഈ ഒരു തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മൗനം തുടരുന്നുണ്ട്. ഇടയിലാണ് ഈ ഒരു തരത്തിലുള്ള ഒരു വിഘടനവാദികൾ ഉയർന്നു വന്നു എന്നുള്ളതിൽ ചർച്ചയാക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരിടയ്ക്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്ര ഈ ആരംഭായി ഈ പുറത്തിറങ്ങുമ്പോൾ പോലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മണിപ്പൂരിലെ ഇംഫാലുമായി സമീപ പ്രദേശത്ത് കിടക്കുന്ന ചർച്ചുകൾക്ക് നേരെയും ക്രൈസ്തവ ചർച്ചുകൾക്ക് നേരെ ഈ ക്രൈസ്തവ ദേവാലയങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ആക്രമണം സംഭവിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇംഫാലിൽ നിന്നും 38 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയം തീവ്ര നേതാക്കൾ തകർത്തുവെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടന അവർ വായിക്കുന്നതായിട്ടുള്ള വീഡിയോകളും പുറത്തു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും മണിപ്പൂർ അശാന്തമായി തുടരുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെന്ത് മുതലെടുപ്പാണ്? കാരണം കേന്ദ്ര സർക്കാരും ഈ മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാരും എന്ത് മുതലെടുപ്പാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള ആശങ്കാകരമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ, കാരണം 8 മാസങ്ങളിലായി തുടർന്നു വന്നിരുന്ന ഒരു വംശീയ ഹത്യയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ തുടരുന്ന ഒരു വംശഹത്യ, അതുമായി ബന്ധപ്പെട്ട് ഇവരെന്താ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇനി ഈ ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമുക്ക് വെളിപ്പെടുക. അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞാ യോഗത്തിൽ കേന്ദ്രമന്ത്രി അടക്കം 25 BJP MLA പങ്കെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായും. കാരണം ഇത് നേരത്തെ തന്നെ തീർച്ചയായതാണ്. കാരണം ഈ 8 മാസമായിട്ട് അവിടെ തുടരുന്ന ഒരു വംശീയ ഹത്യയായിട്ട് പോലും ഈ ഒരു നിലപാട് എന്തുകൊണ്ട് ഒരു കേന്ദ്രസേനയെ, കാരണം നമ്മൾ കാശ്മീരിൻ്റെ അകത്ത് കടന്ന് കാശ്മീരിൻ്റെ നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനെ ആക്രമിച്ച രാജ്യമാണ്. എന്തുകൊണ്ട് നമ്മളുടെ നമ്മുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്.
എന്തുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് തന്നെ ഉൾക്കൊള്ളുന്ന മണിപ്പൂർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല എന്ന് കരുതുന്ന വടക്ക് കിഴക്ക് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന മണിപ്പൂരിൽ എന്തുകൊണ്ട് ഒരു കേന്ദ്ര സേനയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നിലപാട് ഒരു കൃത്യമായ ഒരു നിലപാട് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രമസമാധാന പാലം പരിപാലിച്ചുകൊണ്ട് എന്തുമായ ഒരു കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇന്നലെ കോളേജ് വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചതിന് പകരം ഗവർണർക്ക് വേണ്ടി Z+ സുരക്ഷ ഒരുക്കിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ പോലും ഈ മണിപ്പൂരിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ആൾക്കാർ കൂട്ടക്കുരുതി ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് കൃത്യമായ അവിടെ ഒരു ആശയവിനിമയം നടത്തി ഈ തീവ്ര വിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി വിഭാഗം നടത്തി അല്ലെങ്കിൽ അവരുമായി കൃത്യമായ ഒരു ആശയവിനിമയം നടത്തി അവരുടെ ആവശ്യം എന്താണ്, അവർക്ക് കൃത്യമായ എന്തെങ്കിലും ഒരു പ്രാഥമിക ആവശ്യങ്ങളുടെ കുറവ് കൊണ്ടാണോ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് എന്ന തരത്തിലുള്ള ആശയവിനിമയങ്ങളും നടത്തി കൃത്യമായി അതിന് ഒരു മാർഗം കാണാതെ കൃത്യമായി ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് വേണ്ടി വഴിതിരിക്കുന്നത് കൃത്യമായും അവിടുത്തെ മണിപ്പൂരിലെ പ്രാദേശിക സർക്കാരാണ്, BJP ആണ്, സംഘപരിവാറാണ്. അവർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നുഴഞ്ഞു കയറാൻ വേണ്ടി വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തുടരുന്ന ഒരു നിശബ്ദത എന്നത് പറയേണ്ടി വരും നമുക്ക്.